എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം, ഇന്ന് എനിക്ക് കിട്ടിയൊരു വിവരം നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. വിഷയം രേഷ്മ പി. തങ്കച്ചനാണ്. സോ, താല്പര്യമുള്ളവർ മാത്രം കേൾക്കുക. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രേഷ്മ പി. തങ്കച്ചൻ്റെ മാനേജറായിട്ടുള്ള കരിഷ്മയെ വിളിച്ച ഒരു ചേച്ചിയുടെ വോയിസ്, അവർ ആ കരിഷ്മയെ വിളിച്ചതിന് ശേഷം എന്തൊക്കെയാണ് സംസാരിച്ചതെന്ന് എന്നോട് പറയുന്ന കാര്യങ്ങൾ ഞാൻ ആ വോയിസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ആ ചേച്ചി തന്നെ ഇന്നലെ വൈകുന്നേരം രേഷ്മ പി. തങ്കച്ചൻ്റെ അച്ഛൻ തങ്കച്ചനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. തങ്കച്ചനെ വിളിച്ചെങ്കിലും തങ്കച്ചൻ ഫോൺ എടുത്തില്ല. ഇവരൊരു ഓഡിയോ മെസ്സേജ് തങ്കച്ചന് അയച്ചു. ഓഡിയോ മെസ്സേജ് അയച്ചതിന് ശേഷം ആ ഓഡിയോ മെസ്സേജിൻ്റെ മറുപടി എന്നോണം ഈ ചേച്ചീനെ രേഷ്മ പി. തങ്കച്ചൻ്റെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ബിന്ദു അമ്മിണി കോൺടാക്ട് ചെയ്തു. ബിന്ദു അമ്മിണി ആരാണെന്ന് നിങ്ങൾക്കറിയാലോ അല്ലേ? ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ല എന്നിരുന്നിട്ടും അവിടെ കിഴിച്ചു കയറിയ ആ ഒരു ആക്ടിവിസ്റ്റ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ലേഡിയാണ് ബിന്ദു അമ്മിണി. അപ്പോൾ അവർ തങ്കച്ചനെ വിളിച്ച ആ ചേച്ചീനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കോൺടാക്ട് ചെയ്യുക മാത്രമല്ല, ഈ ചേച്ചിക്കെതിരെ കേസ് കൊടുക്കുമെന്നൊക്കെയാണ് ഭീഷണിപ്പെടുത്തുന്നത്. നമുക്കെന്തായാലും ആ ചേച്ചി തങ്കച്ചനോട് പറഞ്ഞ ഓഡിയോ, തങ്കച്ചന് അയച്ചു കൊടുത്ത ഓഡിയോ, വാട്സപ്പിലേക്ക് അയച്ചു കൊടുത്ത ഓഡിയോ ഞാൻ നിങ്ങൾക്കൊന്ന് പ്ലേ ചെയ്യാം. ഒപ്പം ആ ഓഡിയോ അയച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ വയ്ക്കാം. ആ ഓഡിയോ പ്ലേ ചെയ്യാം, ഒപ്പം സ്ക്രീൻഷോട്ടും വയ്ക്കാം. തങ്കച്ചന് ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. ഈ ചേച്ചി ഇന്നലെ സംസാരിച്ചു. ഇവർക്ക് എന്താ സംഭവം ചോദിച്ചാൽ കോൾ റെക്കോർഡ് ചെയ്യാൻ അറിയത്തില്ല. പകരം തങ്കച്ചൻ മറുപടി കൊടുത്തത് എങ്ങനെയാണ്? ഈ അഡ്വക്കേറ്റ് വഴിയാണ്. അപ്പോൾ സ്വന്തമായിട്ട് അഡ്വക്കേറ്റിനെയൊക്കെ കൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ ഈ അഡ്വക്കേറ്റ് ആയിരിക്കും ഓരോരോ ലൂപ്പ് ഹോൾസ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചേച്ചിയുടെ ഓഡിയോ ഒന്ന് കേട്ട് നോക്കാം. ഈ ചേച്ചി തങ്കച്ചൻ എന്ത് മെസ്സേജാണ് അയച്ചതെന്നൊന്ന് കേട്ട് നോക്കാം. ഞാൻ ഇന്നലെ വൈകിട്ട് വിളിച്ച ആളാണ്. കോട്ടയത്ത് നിന്ന് തന്നെ വിളിക്കുന്നത് കേട്ടോ. ഞാൻ വിളിച്ച് ഇന്നലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവള് ഇനി ഈ രീതിയിൽ മുന്നോട്ട് ജീവിക്കാനാണ് പ്ലാനെങ്കിൽ നിങ്ങളുടെ പള്ളിയായിട്ട് ഞാൻ ബന്ധപ്പെട്ട് ഈ മേൽഘടകത്തിൽ ഇവള് കാണിക്കുന്ന സബ്സ്ക്രിപ്ഷൻ്റെ വീഡിയോസ് മുഴുവൻ ഞാൻ കാണിക്കും. ഇവള് കാണിക്കുന്ന അശ്ലീലം, അവൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടായിരിക്കും അവൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ ഇവൾ കാണിക്കുന്ന അശ്ലീലങ്ങൾ മുഴുവൻ സോഷ്യൽ മീഡിയയിലുണ്ട്. അത് മുഴുവൻ കൊടുക്കുന്ന പള്ളിക്കാരെയും കാര്യങ്ങളെല്ലാം കാണിച്ച് ഇതിനൊരു തീരുമാനമാക്കും. നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാകത്തില്ലല്ലോ. എല്ലാവരും ഭർത്താവ് മരിച്ചാൽ തുണി അഴിച്ചിട്ടിട്ടാണ് ജീവിക്കുന്നത്. അല്ല ബാറിൽ ഡാൻസ് ചെയ്താണോ ജീവിക്കുന്നത്? അല്ല, ജോലി ചെയ്ത് ജീവിക്കണം. ഇവർക്ക് കണ്ട 3-4 ആണുങ്ങളുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടി മറിയാനൊക്കെ ഇവർക്ക് ആരോഗ്യം ഉണ്ടല്ലോ. പിന്നെ ഇവർക്ക് എന്തെങ്കിലും ഒരു ജോലി, എന്തെല്ലാം തൊഴിൽ പഠിച്ചിട്ടുണ്ട്. നേഴ്സിംഗ് പഠിച്ചിട്ടുണ്ട്, അവള് എയർപോർട്ടിൽ ഏതാണ്ട് പഠിച്ചിട്ടുണ്ട്, മറ്റേത് പഠിച്ചിട്ടുണ്ട്, മറിച്ചത് പഠിച്ചിട്ടുണ്ടല്ലോ. അവള് പഠിച്ചത് എന്തെങ്കിലും തൊഴിലുകൾ ചെയ്യട്ടെ. അവൾ എത്ര നാൾ ഇങ്ങനെ തുണി അഴിച്ചിട്ട് അവൾ കഴിഞ്ഞ ദിവസത്തെ ഇവിടെ കാണാം. അവൾ തുണിയെല്ലാം മാറ്റി വെച്ചേച്ച് സാമാനത്തിനകം മുഴുവൻ ക്രീമും പുരട്ടി അവിടെ ആണുങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്ന ഫോട്ടോ. അവിടെ റേറ്റ് എത്രയാണെന്ന് ഓരോരുത്തരും ചോദിക്കുന്നത്. നിങ്ങളൊരു അപ്പനല്ലേ? നിങ്ങൾ പള്ളിയിൽ ഏതാണ്ട് വലിയ ഭാരവാഹിത്വം വഹിച്ച് നടക്കുന്ന ഒരുത്തനല്ലേ? നമ്മൾ നിങ്ങളോട് മര്യാദയ്ക്ക് പറഞ്ഞു തന്നു. നിങ്ങൾക്കത് കേൾക്കാനും നിങ്ങൾക്കത് മകളെ മര്യാദയ്ക്ക് നിർത്താനും നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇവരുടെ പേരിൽ ഞാൻ ചൈൽഡ് ലൈനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുക്കാവുന്നിടത്തെല്ലാം കസ്റ്റംസ് ഇന്റലിജൻസി കൊടുക്കാവുന്നിടത്തെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. കരീഷ്മയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവൾ ഇനി വിദേശത്ത് പോവുകയോ വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവളെ നല്ല രീതിയിൽ അവളെ ചെക്ക് ചെയ്യുകയും എടുക്കുകയും ചെയ്യും. പണ്ടത്തെ പോലെ അവൾക്ക് സ്വർണ്ണം കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും അവൾക്ക് പറ്റത്തില്ല. ഇവൾ ഈ ദുബായി പോയി ചെയ്ത പരിപാടികളെല്ലാം അറിയാം. ഇവിടെ കൂടെ പോയ ആണുങ്ങളുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം. ഇവളുടെ കൂടെ ദുബായി പോയി കിടന്ന ആണുങ്ങളുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങളൊരു തന്തയല്ലേ? നിങ്ങൾ നിങ്ങളുടെ മകളെ പഠിപ്പിച്ചത് ജീവിക്കാനാണ് പഠിപ്പിച്ചത്. ബൈബിളിൽ പറയുന്നുണ്ടോ ജീവിക്കാൻ? ഭർത്താവ് മരിച്ച സ്ത്രീകളെല്ലാം ജീവിക്കുന്നത്. നിങ്ങൾക്ക് അത് കൊണ്ടുവന്ന് തിന്നാൻ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളൊരു തന്തയാണോ? നിങ്ങളൊരു ആണാണോ? സ്വന്തം മകളെ കൊണ്ടുവരുന്നത് ഒരു കുടുംബം മൊത്തം തിന്നുന്നത്. നിങ്ങളൊരു നാട്ടുകാർ തന്ന ഒരു വീടിൻ്റെ അകത്ത്, ഒരു അച്ഛനും എല്ലാവരും കൂടി തന്ന ഒരു വീടിൻ്റെ അകത്ത് കിടന്നുകൊണ്ട് നിങ്ങൾ എന്തുവായി കാണിക്കുന്നതൊക്കെ? ഇതൊക്കെ നിങ്ങൾ ദൈവസന്നിധി നിങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും കേട്ടോ. ഇവളുടെ അഹങ്കാരമൊക്കെ, ഇവൾ അഹങ്കാരിയോ എന്തോ ആയിക്കോട്ടെ, ഇവള് വ്യഭിചരിക്കണോ? അവള് വ്യഭിചരിച്ചോട്ടെ. അവള് പേഴ്സണലായിട്ട് അവള് ആരെ വിളിച്ച് വേണമെങ്കിൽ കാശുണ്ടാകും. അവൾ എന്തിനും ഇതൊക്കെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിലോട്ട് ഇടുന്നത്? ഇവൾ എന്തിനാ സബ്സ്ക്രിപ്ഷൻ എടുത്തു? ഈ ഭർത്താവ് മരിച്ച സ്ത്രീകൾ സബ്സ്ക്രിപ്ഷൻ എടുത്ത് തുണി അഴിച്ചിട്ട് കാണിച്ചു പോകണം. അവള് പറയുന്നത് അവിടെ ചെറിയ നിങ്ങളിതൊന്നും കാണുന്നില്ലേ? തന്റെ ഇതൊന്നും കാണുന്നില്ലേ? നിങ്ങൾക്ക് പോയി ആക്ട് ചെയ്യും. ഇതൊന്നും മകളെ മര്യാദയ്ക്ക് നിർത്താൻ കഴിവില്ല. എന്തിനിങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ? നിങ്ങളുടെ അച്ഛന്മാരെ ഞാനൊന്ന് കാണട്ടെ. നിങ്ങളുടെ പള്ളിയിലെ കൊണസാണ്ടർമാരെ എല്ലാവരും ഞാനൊന്ന് കണ്ട് ഇവളുടെ ഈ വീഡിയോസും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. കാണിച്ച് ഇവൾ എന്താ ചെയ്യണമെന്ന് അവരറിയണമല്ലോ. അതിൻ്റെ ഇത് നിങ്ങളോട് അവർ ചോദിക്കും. ഈ പള്ളിയിലെ ആൾക്കാർ നിങ്ങളോട് ചോദിക്കും. അതുപോലെ കഴിഞ്ഞ ദിവസം ഇവളുടെ മാനേജർ എന്ന് പറഞ്ഞു. ഇവളുടെ മാനേജറും ഒന്നുമല്ല, ഇവളുടെ മാനേജർ ഒന്നുമല്ല കരീഷ്മ. കാരണം ഇവളെ പോലുള്ള ഒരു ലോ ക്ലാസ്സിന് എന്ത് കാര്യത്തിനാണ് മാനേജർ? ഇവിടെ കൊടുപ്പുകാരി. ഇവൾക്ക് ഇതുപോലെ ആണുങ്ങളെ കൊടുത്ത് കാശുണ്ടാക്കാൻ അതിന്റെ പങ്ക് ഈ കരീഷ്മയും പറ്റുന്നു. അവളുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു എന്നാന്നറിയാം, ഇവൾക്ക് എന്തും ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടെന്ന്. ഇവൾക്ക് എന്ത് ഇവൾ ചെയ്യും. ഇവൾക്ക് എന്ത് കാര്യങ്ങൾ ഞാൻ കരീഷ്മയോട് ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ വയറ് കൊണ്ടൊന്ന് കാണിക്കുമോ? നാട്ടുകാരെ ഇങ്ങനെ കാണിക്കുമോ? അല്ലെ ക്ലീവേജ് എന്ന് പറഞ്ഞാൽ
ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ചേച്ചി അയച്ച ഓഡിയോ. എനിക്ക് തോന്നുന്നു ഓരോ സ്ത്രീകളും, ഓരോ മലയാളികളും, ഓരോ അമ്മമാരും, ഓരോ വിധവകളായിട്ടുള്ള സ്ത്രീകളും ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യങ്ങളാണ് ഈ ചോദിച്ചേക്കുന്നത്. ഇവർ കാണിക്കുന്ന കാര്യങ്ങൾ ഇവരുടെ അച്ഛനോട് ചോദിച്ചിരിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? നിങ്ങൾക്ക് അല്പമെങ്കിലും നാണമില്ലേ, മാനമില്ലേ എന്നൊക്കെയാണ് ഈ ചേച്ചി അവരോട്, തങ്കച്ചനോട് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഇതിന് മറുപടി ആയിട്ടാണ് തങ്കച്ചൻ എന്ത് ചെയ്തത്? ഈ പറയുന്ന ബിന്ദു അമ്മിണിയെ കൊണ്ട് കോൺടാക്ട് ചെയ്തത്. വിളിച്ചപ്പോൾ ഈ ചേച്ചി തക്കതായി മറുപടി കൊടുത്തെന്നാണ് പറഞ്ഞത്. അതിനുശേഷം ബിന്ദു അമ്മിണി എന്ത് ചെയ്തു? ഒരു മെസ്സേജ് ഇവർക്ക് അയച്ചിട്ടുണ്ട്. സുഹൃത്തേ, ഞാൻ ആ മെസ്സേജ് നിങ്ങൾക്ക് വായിക്കാം. സുഹൃത്തേ, ഞാൻ രേണു സുധിയുടെ അച്ഛൻ തങ്കച്ചൻ്റെ വക്കീൽ ബിന്ദുവാണ്. എൻ്റെ കക്ഷി ഹൃദ്രോഗി എന്നാണ് ഉദ്ദേശിച്ചത്, ഹൃദ്രോഗിയായ ഒരു മുതിർന്ന പൗരനാണ്. നിങ്ങൾ അയാളെ ഭീഷണിപ്പെടുത്തുകയും ആത്മഹത്യ ചെയ്യാൻ പറയുകയും ചെയ്യുന്ന ഒരു വോയിസ് അദ്ദേഹം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. മേലിൽ അയാളെ വിളിച്ച് ഭീഷണിപ്പെടുത്തരുത്. അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിരന്തരമായി മകൾ രേണുവിനെക്കുറിച്ച് അടിസ്ഥാനരഹിതവും അപമാനകരവും സ്ത്രീത്വത്തെ അപമാനിക്കുന്നതുമായ മെസ്സേജുകൾ അയക്കുന്നത് അടിയന്തരമായി അവസാനിപ്പിക്കുക. നോട്ട് ദ പോയിന്റ്, യുവർ ഓണർ. അടിസ്ഥാനരഹിതവും അപമാനകരവും സ്ത്രീത്വത്തെ അപമാനിക്കുന്നതുമായ മെസ്സേജുകൾ അയക്കുന്നത് അടിയന്തരമായി അവസാനിപ്പിക്കുക. ഈ ബിന്ദു അമ്മിണി എന്ന് പറയുന്ന സ്ത്രീ, ഇവർ ഈ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാഞ്ഞിട്ടൊന്നുമല്ലല്ലോ. ഇവർ ഓരോ വീഡിയോകളിൽ കൂടി ഓരോ തോന്നിവാസങ്ങൾ കാണിക്കുന്നതൊന്നും അറിയാഞ്ഞിട്ടല്ലല്ലോ. അപ്പോൾ ഇവരുടെയൊക്കെ സപ്പോർട്ടോടു കൂടിയാണ് രേഷ്മ പി തങ്കച്ചൻ ഈ നെകളിപ്പ് കാണിക്കുന്നത്. ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലേ? എന്താണ് ഇവരുടെ ധൈര്യം, എന്തുകൊണ്ട് ഇവരിങ്ങനെ ധൈര്യത്തോടെ ആൾക്കാരെ വെല്ലുവിളിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ബാക്കി വായിക്കാം. ഇനിയും ഇത്തരം കുറ്റകൃത്യം ആവർത്തിക്കുകയാണെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ ആ ചേച്ചി തിരിച്ച് മറുപടി പറഞ്ഞു, നിയമ നടപടി സ്വീകരിച്ചുകൊള്ള ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. ഭരണം മാറിയത് അറിഞ്ഞില്ലേ? ബിന്ദു അമ്മിണി ഇവിടെ ഭരിക്കുന്നത് ഞങ്ങളുടെ കോൺഗ്രസ് ആണ്. ഇതാണ് ആ ചേച്ചി കൊടുത്ത മറുപടി. അപ്പോൾ അതിനുശേഷം ബിന്ദു അമ്മിണി മറുപടി പറയുകയാണ്, ഇത് ഭരണവുമായി ബന്ധപ്പെട്ട വിഷയമല്ല, ഒരു പാവം വൃദ്ധനായ രോഗിയായ മനുഷ്യനെ ഭീഷണിപ്പെടുത്തുന്നത് സംബന്ധിച്ചാണ്. അത് ചെയ്യരുത് എന്നാണ് അറിയിച്ചത്. വീണ്ടും, സുഹൃത്തെ, ഞാൻ തങ്കച്ചൻ്റെ വക്കീൽ എന്ന നിലയിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന യാതൊന്നും തന്നെ ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്നോട് സംസാരിച്ചതുപോലെ വ്യക്തിപരമായ യാതൊരു അധിക്ഷേപവും ഞാൻ നടത്തിയിട്ടുമില്ല. എൻ്റെ കക്ഷി പറഞ്ഞതനുസരിച്ച് വക്കീൽ എന്ന നിലയിൽ ഞാൻ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നതിന് മുൻപ് നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രം. അല്ല, ഏത് വക്കീൽ അങ്ങനെ വിളിച്ചറിയിക്കുന്നത്? നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, ഞാൻ കേസ് ഫയൽ ചെയ്യാൻ പോവുകയാണെന്നൊക്കെ ഏത് വക്കീലാണ് വിളിച്ചറിയിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ കേസ് ഫയൽ ചെയ്യണം, അതല്ലേ ചെയ്യുക. അപ്പോൾ ഇവർ പള്ളിയുമായിട്ട് ബന്ധപ്പെടുന്നു പറഞ്ഞപ്പോഴാണ് തങ്കച്ചന് കയറി അങ്ങ് പൊളിഞ്ഞത്. തങ്കച്ചൻ ചോദിച്ചു, നിങ്ങൾ പള്ളിയിൽ നിന്നാണോ വിളിക്കുന്നതെന്ന് ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പക്ഷേ വിളിച്ച കോള് ഇവർക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. തങ്കച്ചൻ ഇങ്ങോട്ട് വിളിച്ചതാണ്, അങ്ങോട്ട് വിളിച്ചല്ല. അങ്ങോട്ട് വിളിച്ചപ്പോൾ എടുത്തില്ല. അങ്ങോട്ട് വിളിച്ചപ്പോൾ എടുക്കാതെ വന്നപ്പോൾ തിരിച്ചിങ്ങോട്ട് വിളിച്ചു. ഇതാണ് അന്നും സംഭവിച്ചത്. അന്നും കരീഷ്മ ഇങ്ങോട്ട് വിളിക്കുക ചെയ്തത്, അങ്ങോട്ട് വിളിച്ചിട്ട് എടുക്കാതെ വന്നപ്പോൾ. ഇന്നും ഇപ്രാവശ്യവും തങ്കച്ചനെ അങ്ങോട്ട് വിളിച്ചിട്ട് എടുക്കാതെ വന്നപ്പോൾ തങ്കച്ചൻ ഇങ്ങോട്ട് വിളിക്കാതെ ചെയ്തതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവർക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷമാണ് ഇവർ ഈ ഓഡിയോ മെസ്സേജ് അയക്കുന്നത്. പക്ഷേ വിളിച്ച സമയത്ത് തങ്കച്ചൻ ചോദിച്ചു, പള്ളിയിൽ നിന്നാണോ വിളിക്കുന്നത്? അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അതല്ലാതെ വേറെ ഒന്നും തങ്കച്ചൻ സംസാരിച്ചിട്ടില്ല, കേട്ട് നിൽക്കാല്ലാതെ. അപ്പോൾ ഇത് ആരുടെ മിസ്റ്റേക്കാണ്? ഇവരെ പുറകിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആരാണ്? ഈ അഡ്വക്കേറ്റ് ബിന്ദു അമ്മിണി, തങ്കച്ചൻ, ഇവരുടെ ഫാമിലി മൊത്തത്തിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഇവരെന്ത് കാണിച്ചാലും അവരാരും വിലക്കുന്നില്ല. ഞാൻ ചോദിച്ചോട്ടെ, സാധാരണ അഡ്വക്കേറ്റുമാർ അങ്ങനെയാണോ ചെയ്യുന്നത്? തൻ്റെ കക്ഷിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകൾ കണ്ടാൽ അങ്ങനെ ചെയ്യരുതെന്ന് പറയത്തില്ലേ? അല്ല, ഇവരൊക്കെയാണോ അഡ്വക്കേറ്റ്? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ ഇവരിപ്പോൾ നിരന്തരം വെല്ലുവിളിക്കുകയാണ് ആൾക്കാരെ. പക്ഷേ ഈ വെല്ലുവിളി ചെയ്യുന്ന ഈ സ്ത്രീ രേഷ്മ പി തങ്കച്ചൻ ഷഫീന ബീവി ആരോപിച്ച കാര്യങ്ങളിൽ എത്ര കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്? ഷഫീന ബീവി വിത്ത് പ്രൂഫ് പല കാര്യങ്ങളും, വോയിസ് ആയിക്കോട്ടെ, ചാറ്റ്സ് ആയിക്കോട്ടെ, അങ്ങനെ പല കാര്യങ്ങളും. ചാറ്റ് AI ആണെന്ന് പറഞ്ഞു. ഓക്കെ, അത് AI അല്ല എന്നുള്ളത് ബോധമുള്ള അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. എന്നാലും അവരുടെ കുറേ ആൾക്കാർ അത് വന്ന് വെളുപ്പിക്കും, അതങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. അതല്ലാതെ എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചു? എന്തേ അതിനൊന്നും വെല്ലുവിളിക്കാത്തത്? അതിനുമേൽ എന്തേ ഉത്തരം പറയാത്തത്? അതേസമയം സബ്സ്ക്രിപ്ഷനിലെ വീഡിയോ ലീക്കായപ്പോൾ അത് വന്ന് വെല്ലുവിളിച്ചു, നീയൊക്കെ ഇനിയും ലീക്ക് ചെയ്യടാ, ഞാൻ ഇനിയും ലൈവ് ചെയ്യൂടാ എന്നും പറഞ്ഞിട്ട്. പക്ഷെ അതിന് മുന്നേ വന്ന ആരോപണങ്ങൾ ആ ഒരു 1-2 ആഴ്ച അനക്കമേ ഇല്ലായിരുന്നു. രേഷ്മ പി തങ്കച്ചൻ എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടോ എന്നിങ്ങനെ അന്വേഷിച്ച് നോക്കണമായിരുന്നു, അല്ലേ? സമാധാനത്തോടെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ സബ്സ്ക്രിപ്ഷൻ വീഡിയോ ലീക്കായപ്പോൾ എന്താ സംഭവിച്ചത്? വന്ന് വെല്ലുവിളി തുടങ്ങി. എന്നാൽ ആദ്യത്തെ ആരോപണങ്ങൾക്കൊന്നും മറുപടിയില്ല, ഒരക്ഷരം മിണ്ടുന്നില്ല. അപ്പോൾ അത് ഈ അഡ്വക്കേറ്റ് പറഞ്ഞിട്ടായിരിക്കില്ലേ? ഈ അഡ്വക്കേറ്റും കൂടി ചേർന്നിട്ടല്ലേ പുറകിൽ നിന്ന് കളിക്കുന്നത്? ഇവരുടെ ധൈര്യം ആരാണപ്പോൾ? ലൂപ്പ് ഹോൾസ് പറഞ്ഞു കൊടുക്കുന്ന ആരാണ്? അങ്ങനെയാണെങ്കിൽ എക്സൈസിലെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അതിനകത്ത് പറഞ്ഞിട്ടുള്ള റീലിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ
ഇവർ പിന്നെ എഴുതി ചേർത്തതും ഈ അഡ്വക്കേറ്റ് പറഞ്ഞിട്ടായിരിക്കില്ലേ? മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് എഴുതി ചേർത്തത് ഈ അഡ്വക്കേറ്റ് പറഞ്ഞിട്ടായിരിക്കില്ലേ? അപ്പോൾ ഇവരാണ് ഇവർക്ക് നിയമവശങ്ങൾ, നിയമത്തിൻ്റെ ലൂപ്പ് ഹോൾസ് പറഞ്ഞു കൊടുക്കുന്നത് ഈ അഡ്വക്കേറ്റ് ആയിരിക്കും. ഇവരുടെ ഇത്രയും വെല്ലുവിളികളും ഇങ്ങനെ ഒരു എന്താ പറയുക ധാർഷ്ട്യത്തോടെ സംസാരിക്കുന്നതും ഇത്രയും കോപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നതും ഈ വക്കീലിൻ്റെ പിൻബലത്തിലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കാര്യം ഒരിക്കലും ഇതൊന്നും അറിയില്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ ഇത്രമാത്രം നെകളിപ്പ് കാണിക്കില്ല, ഇത്രമാത്രം ഷോ ഓഫ് കാണിക്കില്ല. അപ്പോൾ നിയമവശം പറഞ്ഞു കൊടുക്കാൻ ഇവരെ പോലുള്ള ആൾക്കാരുണ്ട്. ആലോചിച്ച് നോക്കിയേ, തങ്കച്ചൻ്റെ ഒരു അക്ഷരം മറുപടി പറയാതെ ഇവർക്ക് ഈ വോയിസ് ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയും അവരെ കൊണ്ട് ഇവരെ കോൺടാക്ട് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. തങ്കച്ചൻ മറുപടി പറഞ്ഞാൽ ഇവർ തിരിച്ച് പറയുമെന്ന് അറിയാവുന്നതുകൊണ്ട്. പക്ഷേ അവർക്ക് ആൾ മാറിപ്പോയി. ഈ ചേച്ചി കണക്കിന് അഡ്വക്കേറ്റ് മറുപടി കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നിങ്ങൾ കേസ് കൊടുക്കുന്ന കേസ് കൊടുത്തോ, ബാക്കി ഞാൻ കോടതി നോക്കിക്കോളാം എന്നാണ് അവർ പറഞ്ഞത്. അത് അവരുടെ ധൈര്യമാണ്. ഇവരെന്ത് പറഞ്ഞ് കേസ് കൊടുക്കും? തങ്കച്ചന് സുഖമില്ലെങ്കിൽ സുഖമില്ലാത്ത ഒരാൾ മകളെ പറഞ്ഞ് മനസ്സിലാക്കണം, നീ ചെയ്യുന്നത് ശരിയല്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. പക്ഷെ അതല്ലല്ലോ ചെയ്യുന്നത്. എനിക്കറിയില്ല ഇത് എവിടെ പോയി അവസാനിക്കുന്നുള്ളത്. കരിഷ്മ പറയുന്നു രേഷ്മ പി തങ്കച്ചന് സുഖമില്ല എന്ന്, ബിന്ദു അമ്മണി പറയുന്നു തങ്കച്ചന് സുഖമില്ല എന്ന്. അപ്പോൾ ആ വീട്ടിൽ മുഴുവൻ രോഗികളാണോ ഉള്ളത്? അയ്യോ, ഒന്നും പറയണ്ട. എനിവേ, ഈ ഒരു കാര്യം നിങ്ങളൊന്ന് അറിയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. സോ നിങ്ങളുടെ അഭിപ്രായം ഇതൊക്കെ തന്നെയാണോ സത്യം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.